വെട്ടുകത്തികൊണ്ട് ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ ജയിൽവാസത്തിനു ശേഷം ജാമ്യത്തിലിറങ്ങി രക്ഷപ്പെട്ട പ്രതിയെ 13 വർഷങ്ങൾക്ക് ശേഷം കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ട് 8 വർഷത്തിനു ശേഷം പിടിയിലായി 2 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതിയെ 13 വർഷങ്ങൾക്ക് ശേഷം കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ കാഞ്ഞിരഞ്ചിറ മണ്ണാംപറമ്പിൽ ആര്യാട് സൗത്തിൽ ബാബു എന്ന അച്ചാർ ബാബു 73 വയസ്സാണ് അറസ്റ്റിലായത്. 2001 ഒക്ടോബറിൽ കൊരട്ടി തിരുമുടിക്കുന്ന് LPR കോളനിയിൽ ഭാര്യ ദേവകിയെ വായിൽ തുണി തിരികെ മർദ്ദിച്ചതിനു ശേഷം വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയതാണ് കേസ്. 1999 മുരിങ്ങൂരിലെ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെത്തിയ പ്രതി തൊട്ടടുത്ത ചായക്കട നടത്തുന്നയാളെ പരിചയപ്പെടുകയും കുറച്ചു ദിവസം അവിടെ ജോലിയിൽ പ്രവേശിച്ച് അവരുടെ വിശ്വാസം നേടി കടയുടമയുടെ പെങ്ങളായ ദേവകിയെ വിവാഹം ചെയ്തു. ദിവസങ്ങൾക്ക് ശേഷം ദേവകിയുടെ പേരിലുള്ള 6 സെന്റ് ഭൂമിയും സ്വർണവും ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇവർ തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൊലപാതകത്തിനു ശേഷം ദേവികയുടെ ദേഹത്തുണ്ടായിരുന്ന 6 വളകളും മാലയുമടക്കം 8 പവൻ സ്വർണവുമായി പ്രതി രക്ഷപ്പെട്ടു. ശേഷം പ്രതി ആലപ്പുഴ പെരുമ്പളത്തുള്ള സ്ത്രീയെ ജീവിത പങ്കാളിയാക്കി. ചേർത്തല പോലീസ് സ്റ്റേഷന്റെ അടുത്ത് കനാൽ പുറമ്പോക്കിൽ താമസിച്ചു വരുമ്പോഴാണ് 2009 ഇയാൾ പിടിയിലായത്. 1999 കാലത്ത് അമ്പലമുകൾ പ്രദേശത്ത് ചിട്ടി തട്ടിപ്പ് നടത്തി മുങ്ങിയ ബാബു മുരിങ്ങൂരിൽ ഹോട്ടൽ ജോലിയും പേപ്പർ മില്ലിൽ ജോലിയും നോക്കുന്നതിനിടെയായിരുന്നു ദേവകിയുമായി വിവാഹം നടക്കുന്നത്. ഇടുക്കിക്കാരനാണ് എന്ന് പറഞ്ഞായിരുന്നു വിവാഹം. ബാബു ആദ്യം അമ്മാവൻ്റെ മകളായ പുന്നപ്രയിലുള്ള സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നു. തുടർന്നാണ് ദേവകിയെ വിവാഹം ചെയ്തത്. വേറെ വിവാഹവും ഇയാൾ കഴിച്ചിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി, മധുര, തിരുവനന്തപുരം, ചേർത്തല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ചു വരുമ്പോൾ പ്രതി ബാബു, വേണു, മോഹനൻ, ഗോപാലൻ തുടങ്ങിയ വിവിധ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. പേപ്പർ മില്ലിൽ ജോലി ചെയ്യുന്നതിനിടെ ESI വഴി പെൻഷൻ ലഭിക്കാൻ പ്രതി വലതുകൈയിലെ വിരൽ മുറിച്ചു കളഞ്ഞിരുന്നു. ഈ അടയാളമാണ് പ്രതി ബാബുവിനെ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത്. 2011 2 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം ജാമ്യത്തിലിറങ്ങി രക്ഷപ്പെട്ട പ്രതിയെ പിടിക്കാൻ കൊരട്ടി പോലീസ് നടത്തിയ തന്ത്രപരമായ ഇടപെടലിലാണ് പെൻഷൻ കിട്ടുന്നതിനുള്ള ലൈഫ് സർട്ടിഫിക്കറ്റിനായി പ്രതി കോട്ടയത്തെത്തിയ രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് കോട്ടയം പോലീസിന്റെ സഹായത്തോടെയായിരുന്നു വ്യാഴാഴ്ച പ്രതിയെ അറസ്റ്റ് ചെയ്ത്. പ്രതിയെ പിടിച്ച സംഘത്തിൽ കൊരട്ടി CI അമൃതരംഗൻ, SI മാരായ OG ഷാജു, CP ഷിബു, സൈബർ സെൽ SI CS സൂരജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജീഷ് കുമാർ, PS ഫൈസൽ, CPO ശ്യാം ആന്റണി എന്നിവരാണ് ഉണ്ടായിരുന്നത്. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം വെള്ളിയാഴ്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഡിവൈൻ ധ്യാനത്തിൽ വന്ന ആളാണ് അച്ചാർ ബാബു എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രതി. അവിടെ ഒരു ചായക്കടക്കാരനുമായി പരിചയപ്പെട്ട് അയാളുടെ സഹോദരിയുമായി സ്നേഹത്തിലായി അവർ വിശ്വസിച്ച് അവിടെ പ്രായം കഴിഞ്ഞു നിന്ന സ്ത്രീയായിരുന്നു. വിവാഹം കഴിച്ചു വിട്ടു. അതിനുശേഷം അവരുടെ പേരിലുണ്ടായിരുന്ന 6 സെന്റ് സ്ഥലം സ്വന്തമാക്കാൻ വേണ്ടി തർക്കത്തിനിടയിൽ മദ്യലഹരിയിലും അവരോടുള്ള സ്ഥിരം ശല്യത്തിൻ്റെ പേരിലും ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. വളരെ ദാരുണമായിട്ട് ഇവരെല്ലാം പത്രമാധ്യമങ്ങളിലും വാർത്ത സൃഷ്ടിച്ച ഒരു കൊലപാതകമായിരുന്നു. ഇതിനുശേഷം ഇയാൾ ഒളിവിൽ പോയി തമിഴ്നാട്ടിലും മധുരയിലുമാണ് താമസിച്ചിരുന്നത്. കൊലപാതക സമയം ഇവളുടെ ശരീരത്തിലുണ്ടായിരുന്ന 6 പവനോളം ആഭരണങ്ങളായ മാല, വള എന്നിവ ഇയാൾ കൈക്കലാക്കിയിട്ടാണ് രക്ഷപ്പെട്ടത്. അതിനുശേഷം ജാമ്യത്തിലിറങ്ങി കോട്ടയത്ത് ഇദ്ദേഹം ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് ആനുകൂല്യത്തിന് വേണ്ടി വാങ്ങുന്നു എന്ന് നമ്മുടെ സ്ക്വാഡ് മനസ്സിലാക്കി അയാളുടെ പിന്നാലെയായിരുന്നു. വളരെ നാടകീയമായി ഇന്ന് കോട്ടയത്ത് വെച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും.